ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെണ്ടയ്ക്ക വറവലുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക കഴുകി ചെറുതായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം നമുക്ക് എന്നിട്ട് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ പൊട്ടി വരുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കടുകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തേക്കണത്. ആ ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവോള വാടിക്കിട്ടും കേട്ടോ. സവോള ഒന്ന് കുറച്ച് പകുതി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ് കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു നമ്മൾ സാധാരണ നമ്മൾ വെണ്ടയ്ക്ക വറവൽ വയ്ക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു സവോള ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് പിന്നെ വാടി വരണം. ഈ സമയത്ത് നമുക്ക് വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയൊക്കെ എടുക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ഒന്ന് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അധികം നമുക്കിങ്ങനെ വഴുവഴുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് തോർത്തി എടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അതാണ് എപ്പോഴും വെണ്ടയ്ക്ക ഇങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലത് കേട്ടോ. മെഴുക്കൊക്കെ അധികം നമുക്ക് തോന്നിക്കില്ല. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം കേട്ടോ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ മൂടി വെച്ച് വേവിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് നമുക്ക് വെന്ത് കിട്ടും. പക്ഷെ എന്നാൽ അധികം നമുക്ക് അങ്ങനെ ഒരു വഴുവലോ അങ്ങനെ ഒരു കാര്യങ്ങളോ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ മൂടി വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് പിന്നെ മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിന് ശേഷം ഒന്ന് നമ്മൾ മൂടി വെച്ച് നമ്മൾ വേവിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ ഞാൻ ഇത്തിരി എരിവെള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇത് മാത്രമേ, ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതും നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ആ മുളകിൻ്റെയൊക്കെ നല്ല പച്ചക്കുത്തൊക്കെ മാറി കിട്ടണം. ഇനി നമുക്ക് ഇതിന് നമ്മൾ തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വറുവലൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക വറുവലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വല്ലപ്പോഴും ഒക്കെ ഒരു വ്യത്യാസം നമുക്ക് വേണ്ടേ. നമ്മുടെ എല്ലാ കറികളും ഒരേപോലെ രുചി അറിയാതെ നമുക്ക് പല പല രുചികളിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വറവലൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഈ വറവലിരിക്കുന്നത്. നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്ചറിൽ ഞാൻ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി ഇതുപോലെ പല പല കാര്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.